IPL-ലെ ഇന്ത്യൻ പ്രതിഭകളുടെ ലിസ്റ്റ് കാണുമ്പോൾ ആരാധകർക്കുണ്ടാകുന്ന പ്രധാന സങ്കടം ഇന്ത്യക്ക് 2 ടീമുകളില്ലല്ലോ എന്നതാണ്. വലിയ പ്രതിഭയുണ്ടായിട്ടും പ്രതിഭകളുടെ ധാരാളിത്തം മൂലം പല താരങ്ങൾക്കും ദേശീയ ടീമിൽ അവസരമില്ലാത്തതാണ് ആരാധകരുടെ ഈ നിരാശയ്ക്ക് കാരണം. ഇപ്പോഴിതാ ഈ പ്രശ്നത്തിനൊരു പരിഹാരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് BCCI. IPL 2026 സീസണിലെ മികച്ച പ്രകടനങ്ങൾ കണക്കിലെടുത്ത് ഒരേ സമയം 2 വ്യത്യസ്ത 2020 ടീമുകളെ കളിപ്പിക്കാനാണ് ബോർഡിന്റെ തീരുമാനം. ഇതിനായി 35 താരങ്ങളുടെ സാധ്യത പട്ടിക BCCI തയ്യാറാക്കിയതായാണ് റിപ്പോർട്ട്. ടീം ഇന്ത്യയുടെ നേതൃനിരയിലേക്ക് ശ്രേയസ് അയ്യരെയും BCCI പരിഗണിക്കുന്നുണ്ട്. പഞ്ചാബ് കിങ്സിന്റെ നായകനെന്ന നിലയിൽ ശ്രേയസ് അയ്യർ കാണിക്കുന്ന പക്വതയും ബാറ്റിംഗിലെ സ്ഥിരതയുമാണ് അദ്ദേഹത്തെ വീണ്ടും നായകസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ BCCIയെ പ്രേരിപ്പിക്കുന്നത്. IPL-ലെ മികച്ച താരങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ പരീക്ഷിക്കുന്നതിനായിട്ടാണ് 2 ടീമുകളെ സജ്ജമാക്കുന്നത്. യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുക എന്ന ലക്ഷ്യമാണ് ഈ തീരുമാനത്തിന് പിന്നിലുള്ളത്. 35 താരങ്ങൾ, 2 ടീമുകൾ. വ്യത്യസ്ത പരമ്പരകൾക്കായി ഒരേ സമയം 2 ടീമുകളെ അയക്കുന്നതിലൂടെ ഇന്ത്യയുടെ ബെഞ്ച് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനാണ് സെലക്ഷൻ കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. IPL-ൽ സെഞ്ചുറികളും വിക്കറ്റ് വേട്ടയും കൊണ്ട് വിസ്മയിപ്പിച്ച യുവതാരങ്ങൾ ഈ 35-അംഗ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകി വരാനിരിക്കുന്ന ലോകകപ്പിന് മുന്നോടിയായി ശക്തമായ ഒരു യുവനിരയെ വാർത്തെടുക്കുക എന്നതാണ് BCCIയുടെ ലക്ഷ്യം. IPL-ലെ മികച്ച പ്രകടനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സെലക്ഷൻ കമ്മിറ്റി. ഇന്ത്യയുടെ ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങളും വെസ്റ്റ് ഇൻഡീസുമായുള്ള പരമ്പരയും ഒരേ സമയത്താണ് നടക്കുന്നത്. അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയുമുള്ള പരമ്പരകളിൽ കൂടുതൽ താരങ്ങളെ ഉൾപ്പെടുത്തും. വൈഭവ് സൂര്യവംശി, പ്രിയാൻഷ് ആര്യ, ആംഗ്രിഷ് രഘുവംശി, രജത് പാട്ടിദാർ, അനുകൂൽ റോയ്, ശശാങ്ക് സിംഗ്, രവി ബിഷ്ണോയ്, അശോക് ശർമ്മ, കാർത്തിക് ത്യാഗി, പ്രസിദ്ധ് കൃഷ്ണ, ധ്രുവ് ജുറൽ എന്നീ താരങ്ങളാണ് പ്രധാനമായും BCCIയുടെ പരിഗണനയിലുള്ളത്.